കൂട്ടുകാരെ, പത്രമാച്ച് നമ്മളേക്ക് ഞെട്ടിക്കുന്ന, പ്രേക്ഷകരേക്ക് മുൾമുനയിൽ നിർത്തുന്ന ഒരു പ്രൊമോ തന്നെയാണ് പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ നന്ദു ആത്മഹത്യയിലേക്കോ? അതേ കൂട്ടുകാരെ, അങ്ങനെ തന്നെയുള്ള ഒരു സൂചനകളും രംഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ അനിയുടെയും അനാമികയുടെയും കല്യാണം കാണാൻ വയ്യാതെ ഒരു വിജനമായിട്ടുള്ള റോട്ടിൽ കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുകയും ശേഷം ഒരു പാലത്തിൽ കയറി ഇങ്ങനെ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊരു രംഗങ്ങളും തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് അല്ലേ? എന്നാലും നമ്മുടെ കല്യാണ മണ്ഡപത്തിൽ ഏറെ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ദേവയാനി നമ്മുടെ അനാമികയോട് പറയുന്നുണ്ട്, എനിക്കെൻ്റെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ്, മകനെ പോലെ തന്നെയാണ് നമ്മുടെ അനിയും, ആദർശും അനിയും എനിക്ക് ഒരേപോലെ തന്നെയായിരുന്നു. പക്ഷേ വിവാഹത്തിന് ശേഷം നമ്മുടെ ആദർശിൻ്റെ സ്വഭാവത്തിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു. പക്ഷെ അനിയുടെ സ്വഭാവത്തിൽ ഇതുവരെയൊന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് മോൾക്ക് ഒരു വിഷമവും വേണ്ട, ഞാൻ മോളുടെ സ്വന്തം അമ്മയെ പോലെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ മരുമകളെ പോലും ഞാൻ അംഗീകരിച്ചിട്ടില്ല, പക്ഷെ മകളാണ് എൻ്റെ സ്വന്തം മരുമകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജലജ ഭയങ്കര ഡയലോഗ് ആട്ടോ. അപ്പോൾ നമ്മുടെ കനകയ്ക്കിട്ട് കുത്തുവർത്താനവും കൊടുക്കുന്നുണ്ട്. ഓരോ പെൺമക്കളെയും കെട്ടിച്ചു വിടുമ്പോൾ ആ വീട്ടിലെ അമ്മായിമ്മമാരാണ് അവർ സ്വീകരിക്കേണ്ടത്. അമ്മായിമ്മമാർ അവർ സ്വീകരിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതം പിന്നെ പാടാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനകയ്ക്കിട്ടും നമ്മുടെ ദേവയാനി കുറേ കുത്തു കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ അനിയും അനാമികയും മണ്ഡപത്തിലേക്ക് കയറുന്ന ആ ഒരു നിമിഷം, ആ ഒരു കാഴ്ച കാണാൻ സഹിക്കാൻ വയ്യാതെ നമ്മുടെ നന്ദു അവിടെ നിന്നും വിട്ടിറങ്ങി പോവുകയും ഒരു റോട്ടിൽ കൂടെ പോയി ഒരു പാലത്തിൽ കയറി ആത്മഹത്യ ചെയ്യാൻ ഇങ്ങനെ പോകുന്നൊരു രംഗമൊക്കെ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്? ആരെങ്കിലും നമ്മുടെ നന്ദുവിനെ വന്ന് രക്ഷിക്കുമോ? അല്ലെങ്കിൽ നന്ദു ആ ഒരു വിവാഹം ഒരു ദുരന്തത്തിലായിരിക്കുമോ അവസാനിക്കാൻ പോകുന്നത്? കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.